This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യമെന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവിക ഭരണത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. The glory of God means
the visible, tangible and the audible presence of God. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് ദൈവ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 77 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് നിത്യമരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവജീവൻ്റെ സമ്പൂർണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്. ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിച്ച് തൻ്റെ ജീവനെയും ആത്മാവിനെയും അവർക്ക് കൊടുത്ത് അവരെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ജീവനും ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർക്കുന്നു. ഇനി ഓരോ നിമിഷവും ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ വചനം ജീവനായിത്തീരുന്നു, വചനം ആത്മാവായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവൻ നൽകുന്ന വൃക്ഷവും ജ്ഞാനം നൽകുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. ആദാം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ
അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഏറെ ശ്രദ്ധ കൊടുക്കണം, നിരന്തരമായ വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, ഹൃദയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനത്തെ സൂക്ഷിച്ചു വെക്കണം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. നാം എന്താണ് കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മീക അഭിവൃദ്ധിയിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നമ്മെ വളർത്തിയെടുക്കുന്ന, തികഞ്ഞ പുരുഷത്വത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വളർത്തിയെടുക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താൻ്റെ ക്രൂശ് വഹിച്ച് സമ്പൂർണ്ണ സമർപ്പണത്തിൽ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും മോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ സകല തന്ത്രങ്ങളുടെയും പരീക്ഷകളുടെയും മീതെ ജയാളികളാക്കി തീർത്ത് യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുവാൻ പ്രാപ്തിയുള്ള ശക്തിയുള്ള വചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടുന്നത്? ബുദ്ധിപരമായ പഠനത്തെക്കുറിച്ച് പറയുകയല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 8 പോയിൻറ്റ്സുകൾ നാം പഠിക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. 1, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമ്മുടെ ബുദ്ധിയിലും ഹൃദയത്തിലും സ്വതന്ത്രമാക്കുക എന്നതാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും, അതായത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ദൈവം നമ്മുടെ ബുദ്ധിയിലേക്ക്, ഹൃദയത്തിലേക്ക് പകരുകയാണ്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി, അതായത് നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ് പ്രകാശിപ്പിക്കപ്പെടുന്നു. അങ്ങനെ പ്രകാശിപ്പിക്കപ്പെടുന്ന മനസ്സിൽ മാത്രമേ ദൈവീക കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. താഴോട്ട് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഈ കാര്യങ്ങൾ അറിയേണ്ടതിന്, ആത്മീയ കാര്യങ്ങൾ അറിയേണ്ടതിന്, ദൈവത്തിൻ്റെ നമ്മോടുള്ള പദ്ധതികൾ അറിയേണ്ടതിന്, സ്വർഗീയമായ കാര്യങ്ങളെ അറിയേണ്ടതിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടികൾ പ്രകാശിക്കണം, ബുദ്ധി പ്രകാശിക്കണം. അതിന് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ആവശ്യമാണ്. ലോകത്തിൻ്റെ കാര്യങ്ങൾ അറിയുവാൻ നമ്മുടെ ബുദ്ധി പ്രകാശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കഥകളും ചരിത്രങ്ങളും സംഭവങ്ങളും ഭൗതികമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനും പ്രാപിക്കുവാനും നമ്മുടെ ബുദ്ധി പ്രകാശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ബുദ്ധിയിൽ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ രഹസ്യങ്ങളാണ്. ദ മിസ്റ്ററി ഓഫ് ദ വിൽ ഓഫ് ഗാഡ്, മനുഷ്യവർഗത്തോടുള്ള ദൈവീക കാര്യപരിപാടികളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ലോകത്തെക്കുറിച്ചുള്ള കാര്യമല്ല, ഈ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാര്യവുമല്ല. 1-ാം അധ്യായം 15-ാം വാക്യം ആരംഭിച്ചിരിക്കുന്നത് അതു നിമിത്തം എന്ന് പറഞ്ഞിട്ടാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ പ്രാർത്ഥന കഴിക്കുന്നതിന് മുമ്പ് ചില ആത്മീയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു.
ആ ആത്മീക കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ആത്മീക കാര്യങ്ങൾ ഇവർക്കറിയാൻ വേണ്ടിയാണ്, ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് താഴെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ആ ആത്മീക കാര്യങ്ങളെക്കുറിച്ച് ചില വാക്യങ്ങളെങ്കിലും നിങ്ങളെ വായിച്ചു കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം. അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം, അതായത് ദ മിസ്റ്ററി ഓഫ് ദ വിൽ ഓഫ് ഗാഡ്, ദൈവഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള, സർവ സൃഷ്ടികളെക്കുറിച്ചുമുള്ള ദൈവഹിതത്തിൻ്റെ മർമ്മം എന്താണ്? 10-ാം വാക്യം പറയുന്നു, അതായത് ഈ ദൈവഹിതത്തിൻ്റെ മർമ്മം അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അതായത് കാലം പൂർണ്ണമാകുമ്പോൾ, കാലം സമ്പൂർണമാകുമ്പോൾ സ്വർഗത്തിലുള്ളവകളും ഭൂമിയിലുള്ളവകളും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരണം. എന്താ അർത്ഥം? സ്വർഗവും ഭൂമിയും ഒരുമിച്ച് ചേരുവാൻ വേണ്ടി പോകുന്നു. ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസമാരംഭിക്കുവാൻ വേണ്ടി പോകുന്നു. അതായത് വരുവാനുള്ള ഭാവി ലോകം, നിത്യമായ ദൈവരാജ്യം. ഇതാണ് ദൈവഹിതത്തിൻ്റെ മർമ്മമെന്ന് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതായത് ദൈവം നിത്യരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി പോകുകയാണ്. വെളിപാട് പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ 21-ഉം 22-ഉം അധ്യായത്തിൽ അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ദൈവം പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം പുതിയ ഭൂമിയിൽ സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസമാരംഭിക്കുന്നു. വരുവാനുള്ള ഭാവി ലോകം, നിത്യമായ ദൈവരാജ്യം, ഇതാണ് മനുഷ്യവർഗത്തോടുള്ള ദൈവഹിതത്തിൻ്റെ മർമ്മം. മനുഷ്യവർഗത്തോടുള്ള ദൈവഹിതത്തിൻ്റെ ദൈവിക പദ്ധതിയുടെ 2-ാമത്തെ മർമ്മം 11-ാം വാക്യം തുടങ്ങി 14-ാം വാക്യം വരെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ 13-ാം വാക്യം തുടങ്ങി വായിക്കാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതായത് നമ്മൾ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം കേട്ടു. സുവിശേഷമെന്ന് പറഞ്ഞാൽ രക്ഷയെക്കുറിച്ചുള്ളതാണ്. എന്താ രക്ഷ? പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. ഇതാണ് സുവിശേഷം, അതാണ് സത്യവചനം. രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നമ്മൾ കേട്ടു. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, നിത്യ രക്ഷ പ്രാപിച്ചു. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് നമ്മെ മുദ്ര വെച്ച് അവൻ്റെ സ്വന്തമാക്കി തീർത്തു. ഇപ്പോൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നാം ദൈവത്തിൽ പ്രാപിക്കുവാൻ പോകുന്ന അവകാശത്തിൻ്റെ അച്ചാരമാണ്. അതായത് ഗ്യാരൻറ്റിയാണ്, ആദ്യ ഗഡുവാണ്, ഡൗൺ പേയ്മെൻ്റാണ്. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളിൽ ഇപ്പോൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ്
അവർ ദൈവത്തിൽ പ്രാപിക്കുവാൻ പോകുന്ന അവകാശത്തിൻ്റെ അച്ചാരമാണ്, ഉറപ്പാണ്. നാം ദൈവത്തിൽ പ്രാപിക്കാൻ പോകുന്ന അവകാശം എന്താണ്? നമുക്ക് ദൈവത്തിലുള്ള അവകാശം എന്താണ്? അത് ദൈവത്തിൻ്റെ തേജസ്സാണെന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രണ്ട് വിഷയങ്ങളാണ് നിത്യത മുതലുള്ള മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി. അതായത് മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ നിത്യമായി വാസം ചെയ്യണം. വരുവാനുള്ള ഭാവി ലോകം, നിത്യമായ രാജ്യം. രണ്ട്, സകല മനുഷ്യരും ദൈവത്തെ പ്രാപിക്കണം. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് പ്രാപിച്ച് ദൈവത്താൽ നിറയപ്പെടണം. ദൈവം അവനെ തന്നെ തൻ്റെ മക്കൾക്ക് പകർന്നുകൊടുത്ത് തന്നെ തന്നെ മനുഷ്യനിലാക്കി വെച്ച് തൻ്റെ എല്ലാ നന്മകളും അവർക്ക് കൊടുക്കുകയാണ്. ദൈവം നമ്മിൽ വസിക്കുന്നു, നാം ദൈവത്തിൽ വസിക്കുന്നു. അവൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ വസിച്ച് എല്ലാ ദൈവികമായ സ്വർഗീയമായ നന്മകളും ആസ്വദിക്കുന്നു. ഇതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി. ഈ രണ്ട് ആത്മീയ മർമ്മങ്ങൾ ആദ്യത്തെ 14 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ട് 15-ാം വാക്യം മുതൽ ഈ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ട സഭ ഈ ദൈവിക കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ആത്മീയ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് പ്രാപ്യമല്ല. ഇത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഭോഷത്വമാണ്, മണ്ടത്തരമാണ്. എന്നാൽ ദൈവം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമ്മുടെ ബുദ്ധിയിലേക്ക് പകർന്നു തന്ന് ഹൃദയത്തിൻ്റെ ദൃഷ്ടികളെ പ്രകാശിപ്പിച്ചു കഴിയുമ്പോൾ ഈ ആത്മീയ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് നാം ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക്, നിത്യരക്ഷയുടെ സമൃദ്ധിയിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക്, ദൈവ തേജസ്സിൻ്റെ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് വളരുകയാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും.
ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ